AS മീഡിയയുടെ പുതിയ ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ ഇന്നത്തെ അപ്ഡേറ്റുകൾ നോക്കാം. ഇന്ന് തീയതി 24/12/2024. സോ ഇന്നത്തെ മെയിനായിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് PhD രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടും PhD നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനാണ്. ആൻഡ് ഇന്നലത്തെ അപ്ഡേഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. മറ്റൊന്ന്, പ്രസ് റിലീസിന് പുറമെ നമ്മൾ പറയാനുള്ളത് ഫസ്റ്റ് സെമസ്റ്റർ FYUGPയുടെ എക്സാംസ് റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീവാലുവേഷൻ സ്ക്രൂട്ടിനിയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ, അത് കാണുക. ദെൻ FYUGPയുടെ സെക്കൻഡ് സെമസ്റ്റർ സിലബസുകൾ അവൈലബിൾ ആണ് നമ്മുടെ ചാനലിൽ. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്നും കിട്ടുന്നതാണ്. മറ്റുള്ള കോഴ്സ് വൈസ് സെക്കൻഡ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്റർ, ഫോർത്ത് സെമസ്റ്റർ, ഫിഫ്ത്ത് സെമസ്റ്റർ, സിക്സ്ത് സെമസ്റ്റർ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം നമ്മുടെ വ്യൂവേഴ്സിൽ കുറച്ച് പേർ മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ തീർച്ചയായിട്ടും ചാനൽ ജോയിൻ ചെയ്യാം. അപ്പം അപ്ഡേറ്റിലേക്ക് പോകുമ്പം PhD രജിസ്ട്രേഷൻ ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. കേരള സർവകലാശാലയുടെ ജനുവരി 2025 സെക്ഷൻ PhD രജിസ്ട്രേഷൻ ഒഴിവുള്ള വിഷയങ്ങളിൽ ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. 2025 ജനുവരി 1 മുതൽ 15 വരെ സർവകലാശാലയുടെ റിസർച്ച് പോർട്ടൽ വെബ്സൈറ്റിൽ www.research.kerala.ac.in അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ റിസർച്ച് പോർട്ടൽ വെബ്സൈറ്റിൽ നിലവിൽ പ്രൊഫൈൽ തയ്യാറാക്കാത്തവർക്ക് അതിനുള്ള ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് റിസർച്ച് പോർട്ടൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. യൂണിവേഴ്സിറ്റി ടീച്ചിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇല്ലാത്ത വിഷയങ്ങൾ അപേക്ഷിച്ചവർ ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും 2025 ജനുവരി 16 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് കേരള സർവകലാശാലയിൽ സമർപ്പിക്കേണ്ടതാണ്. ദെൻ PhD നൽകിയവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം തന്നെ ഡീറ്റെയിൽഡായിട്ട് പറയാൻ നടന്നത് ശ്രമകരമാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പം ഈ പറഞ്ഞിട്ടുള്ള വ്യക്തികൾക്കെല്ലാം തന്നെ PhD നൽകുന്നതിന് കേരള സർവകലാശാല 2024 ഡിസംബർ 23 ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ദെൻ ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ MSc മാത്തമാറ്റിക്സ് റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് SLCM പോർട്ടൽ മുഖേന 2022 അഡ്മിഷൻ വിദ്യാർത്ഥികൾ SLCM പോർട്ടൽ മുഖേനയും സപ്ലിമെൻ്ററി 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾ exam.kerala.university.ac.in മുഖേനയും 2025 ജനുവരി 1 വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. SLCM പോർട്ടൽ മുഖേനയുള്ള പേയ്മെൻറ്റ് മാത്രമായിരിക്കും യൂണിവേഴ്സിറ്റി സ്വീകരിക്കുക. ദെൻ ടൈം ടേബിൾ 1-2 സെമസ്റ്റർ കമ്പൈൻഡ് BTech 2013 സ്കിൻ സപ്ലിമെൻ്ററി ആൻഡ് സെക്ഷണൽ ഇംപ്രൂവ്മെൻറ്റ് ജൂൺ 2024 പരീക്ഷ ടൈം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അറബി വിഭാഗം നടത്തുന്ന അറബിക് ടൈപ്പിംഗ് കോഴ്സിലേക്ക് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യത +2 തതുല്യം. ഫീസ് 3000 രൂപയാണ്. കാലാവധി 3 മാസം. അപേക്ഷാ ഫോം www.arabic.ku.in കാര്യവട്ടത്തുള്ള അറബി പഠന വകുപ്പിലും ലഭ്യമാണ്. അഡ്മിഷൻ SSLC +2 സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം 2024 ഡിസംബർ 30 തിങ്കൾ രാവിലെ 10 മണിക്ക് പഠന വകുപ്പിൽ എത്തിക്കുക. ദെൻ അപേക്ഷ ക്ഷണിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ജർമ്മൻ പഠന വിഭാഗം നടത്തുന്ന ജർമ്മൻ B1 റിസർച്ച് B1 കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത +2 തതുല്യ യോഗ്യത. ജർമ്മൻ A2. കോഴ്സ് ഫീ ₹10,000 ആണ്. കാലയളവ് 120 മണിക്കൂറാണ്. സമയം 5:30 to 7 PM ആയിരിക്കും. ഓർ 10 AM to 1 PM ആയിരിക്കും. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. ആകെ സീറ്റ് 30 ആണ്. അപേക്ഷ ഫീസ് 105 രൂപയും രജിസ്ട്രേഷൻ ഫീസ് 105 രൂപയുമാണ്. പേയബിൾ അറ്റ് യൂണിവേഴ്സിറ്റി ക്യാഷ് കൗണ്ടർ ഓർ ഓൺലൈൻ. അപേക്ഷാ ഫോം ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ജനുവരി 6 4 മണിക്ക് മുമ്പായിട്ട് പാളയം സെനറ്റ് ഹൗസ് ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന ജർമ്മൻ പഠനവിഭാഗത്തിൽ സ്വീകരിക്കുന്നതാണ്. ആൻഡ് ജർമ്മൻ പഠനവിഭാഗം നടത്തുന്ന ജർമ്മൻ B2 DHS B2 കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത +2 തതുല്യ യോഗ്യത. ജർമ്മൻ B1. കോഴ്സ് ഫീ 17,000 ആണ്. കാലയളവ് 120 മണിക്കൂർ. സമയം 5 to 7 ആയിരിക്കും. ഓർ 10 to 1 ഉണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ. ആകെ സീറ്റ് 30. അപേക്ഷ ഫീസ് 105. രജിസ്ട്രേഷൻ ഫീസ് 105. പേയബിൾ ആയിട്ട് യൂണിവേഴ്സിറ്റി ക്യാഷ് കൗണ്ടർ ഓൺലൈൻ. അപേക്ഷ ഫോം ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ജനുവരി 6 4 മണിക്ക് മുമ്പായിട്ട് പാളയം സെനറ്റ് ഹൗസ് ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന ജർമ്മൻ പഠന വിഭാഗത്തിൽ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇവ ഇത്രയുമാണ് നിലവിലെ പ്രധാനപ്പെട്ട പ്രസ് റിലീസ് അപ്ഡേറ്റുകൾ. കൂടുതൽ ഇൻഫോർമേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.